ഹൈ ഫ്രണ്ട്സ്, ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സി-ടെറ്റ് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. 1 മുതൽ 8 വരെ ക്ലാസുകളിലെ അധ്യാപക നിയമനത്തിന് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച യോഗ്യതാ നിർണയ പരീക്ഷ ഡിസംബർ ജനുവരി മാസങ്ങളിൽ CBSE നടത്തുന്നതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് സെന്റർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് സി-ടെക് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ CBSE ബോർഡാണ് നിയന്ത്രിക്കുന്നത്. ഇതിന്റെ സിലബസ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTE അതനുസരിച്ചായിരിക്കും. സി-ടെക് പരീക്ഷ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളടക്കം കേന്ദ്ര സർക്കാരിന്റെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും നിയന്ത്രണത്തിലുള്ള എല്ലാ സ്കൂളുകളിലെയും നിയമനത്തിന് ഈ പരീക്ഷയിൽ യോഗ്യത നേടേണ്ടത് അത്യാവശ്യമാണ്. ഇതുകൂടാതെ സംസ്ഥാനങ്ങളിലെ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിലും ഇത് ഉപയോഗിക്കാം. സി-ടെക് യോഗ്യതയ്ക്ക് ആജീവനാന്ത സാധ്യതയുണ്ട്. എത്ര തവണയും എക്സാമിൽ പങ്കെടുക്കാം. സ്കോർ മെച്ചപ്പെടുത്താൻ വീണ്ടും എഴുതാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നിയന്ത്രിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നോ അതെല്ലാം അവർ അറിയിക്കുന്നതായിരിക്കും. റിക്രൂട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, പ്രീ പ്രൈമറി, പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സെക്കൻഡറി ഓർ ഇന്റർമീഡിയറ്റ് സ്കൂൾ ഓർ കോളേജ് ഇവിടങ്ങളിലെല്ലാം നിയമനത്തിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ നിയന്ത്രിക്കുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. സി-ടെക് അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ അറിയുന്നതിന് NCTE.gov.in അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആ സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഇതിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഫൈനൽ ഇയർ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷനിൽ പഠിക്കുകയും 50% മാർക്കോടുകൂടി +2 പാസ്സായിരിക്കണം. എക്സാം കഴിഞ്ഞവരാണെങ്കിൽ 45% മാർക്ക് മതിയാവും. ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ പാസ്സായ +2 ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഏതാണോ തത്തുല്യമായ യോഗ്യത അത് പാസ്സായിരിക്കണം. +2 50% മാർക്കോടെ പാസ്സാകുകയും നിലവിൽ 4ാം വർഷ ബാച്ചിലർ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷനിൽ പഠിക്കുന്നതാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാം. +2 50% മാർക്കോടെ പാസ്സാകുകയും ഇപ്പോൾ ഫൈനൽ ഇയറിന് ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ 2 കൊല്ലത്തെ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാം. ഗ്രാജുവേറ്റ് വിത്ത് 50% മാർക്ക് B.Ed അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽ എല്ലാം ക്വാളിഫിക്കേഷൻ എന്നുള്ള സ്ഥലത്ത് കാണിക്കുന്നതായിരിക്കും. അതിൽ നോക്കുക, ഓരോന്നും നമ്പർ ബേസിലായിരിക്കും അതിൽ കാണിക്കുക. 1, 2, 3, 4 എന്നുള്ള നമ്പർ ബേസിലായിരിക്കും കാണുക. 5 സെലക്ട് ചെയ്യുന്നതെങ്കിൽ 5 വരുന്ന ഡീറ്റെയിൽ ഈ കാണുന്നതായിരിക്കും. 6 സെലക്ട് ചെയ്യുന്നതെങ്കിൽ 6 വരുന്ന ഡീറ്റെയിൽ ഇതായിരിക്കും. ഏതാണോ നമ്മൾ വരുന്നത് അത് നമ്പറാണ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. 45% മാർക്കോടെ +2ഉം 2 വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെന്ററി അല്ലെങ്കിൽ ഈക്വൽ ക്വാളിഫൈ ആയിട്ടുള്ള ഏതാണോ അത് നേടുന്നവർക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ 2 പേപ്പറാണുള്ളത്, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകാർക്ക്, പേപ്പർ 2 6 മുതൽ 8 വരെ, പേപ്പർ 2 6ാം ക്ലാസ് മുതൽ 8 വരെ. ഇതിന് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഗ്രാജുവേറ്റ് +1 ഇയർ B.Ed അതുമായിട്ട് ബന്ധം B.Ed, BSc, B.Ed ഇങ്ങനെയുള്ള കോഴ്സുകൾ 45% മാർക്കോടുകൂടി പാസ്സായിരിക്കണം. ക്വാളിഫിക്കേഷൻ അറിയുന്നതിനായി NCTE.gov.in എന്നുള്ള സൈറ്റ് സന്ദർശിക്കുക. SC, ST ആൻഡ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഇവർക്ക് 5% മാർക്ക് കുറവുണ്ടായിരിക്കും. എക്സാം ടൈം ടേബിൾ ഡിസംബർ മുതൽ ജനുവരി വരെ പല ദിവസങ്ങളിലായി എക്സാം നടത്തുന്നത്. 9:30 മുതൽ 12 മണി വരെയും 2:30 മുതൽ 5 മണി വരെ ആയിരിക്കും. 2.5 മണിക്കൂറാണ് എക്സാം. നേരത്തെ പറഞ്ഞ പോലെ 2 പേപ്പറുണ്ട്. 2 പേപ്പർ വേണമെങ്കിലും നമുക്ക് എഴുതാം. കമ്പ്യൂട്ടറൈസ്ഡ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഇനി ഫീ നോക്കാം. ജനറൽ OBC ഇവർക്കെല്ലാം ഒരു പേപ്പർ എഴുതുന്നതിന് 1000 രൂപയും 2 പേപ്പർ എഴുതുന്നതിന് 1200 രൂപയാണ്. SC, ST ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ അവർക്ക് ഒരു പേപ്പറിന് 500 രൂപയും 2 പേപ്പറിന് 600 രൂപയാണ്. ഇതുകൂടെ GST എക്സ്ട്രാ വരുന്നതായിരിക്കും. പേയ്മെന്റ് അടയ്ക്കേണ്ട ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിങ് ഈ വഴി മാത്രമേ പേയ്മെന്റ് അടയ്ക്കാൻ കഴിയുള്ളൂ. അപ്ലൈ ചെയ്യുന്നതിന് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത്? ഫോട്ടോ വേണം, സിഗ്നേച്ചറും വേണം. JPG ഫോർമാറ്റ് ആയിരിക്കണം. 10 KB മുതൽ 100 KBക്കുള്ളിൽ ആയിരിക്കണം. 3.5 cm വിത്ത് 4.5 cm ഹൈറ്റ് ആയിരിക്കണം. സിഗ്നേച്ചറും JPG ഫോർമാറ്റ് ആയിരിക്കണം. 3നും 30 KBക്കും ഇടയിലായിരിക്കണം. ലെന്ത് 3.5 സെന്റിമീറ്റർ, ഹൈറ്റ് 1.5 സെന്റിമീറ്റർ. ID കാർഡ് വേണം, ഇമെയിൽ ID വേണം, മൊബൈൽ നമ്പർ വേണം, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിലും വേണ്ടതാണ്. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്ന് നോക്കാം. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സെന്റർ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാൻഡിഡേറ്റ് ആക്ടിവിറ്റി അതിൽ അപ്ലൈ ഫോർ സി-ടെക് അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നത് ഓക്കെ കൊടുക്കുക കേട്ടോ. ഇതിൽ ന്യൂ രജിസ്ട്രേഷൻ സി-ടെക് ഡിസംബർ 2022 അത് ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതെല്ലാം വായിക്കുക. അതിനുശേഷം I have downloaded information bulletin ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് അത് ഓക്കെ കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അച്ഛൻ്റെ പേര്, ഫാദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. മദേഴ്സ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏതാണോ ID കാർഡ് ആ ID കാർഡ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക, ലൊക്കാലിറ്റി എൻ്റർ ചെയ്ത് കൊടുക്കുക, കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക, പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക, ലാൻഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പ്രസൻറ്റ് അഡ്രസ്സാണ് സെയിം അഡ്രസ്സ് എങ്കിൽ സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ്, അത് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മാൾ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ, ഒരു എംബ്ലം എന്നിവ വേണ്ടതാണ്. പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക. പാസ്വേഡ് പിന്നീട് മറന്നു പോകണമെങ്കിൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ് കൊടുത്തത് അത് വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻ്റേഡ്. സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP. അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്ത എല്ലാം ഒന്നും കൂടെ നോക്കുക. അതിനായി ഇത് ക്ലോസ് ചെയ്യുക. കൊടുത്ത എല്ലാം കറക്റ്റാണോ എന്നുള്ളത് ഒന്നും കൂടെ നോക്കുക. നെയിം കറക്റ്റാണ്, എല്ലാം ശരിയാണെങ്കിൽ എല്ലാ ബോക്സും ഈ രീതിയിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP അത് ക്ലിക്ക് ചെയ്യുക. യെസ് എന്ന് കൊടുക്കുക. മൊബൈലിൽ ഒരു OTP വരുന്നതായിരിക്കും. ആ OTP കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ്. ഇനി ആപ്ലിക്കേഷൻ ഫോം. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, ഇത് എഴുതി സൂക്ഷിക്കുക. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം അത് ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പാണത്. അതിൽ പേഴ്സണൽ ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക. നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി എന്ന് കൊടുക്കുക, എംപ്ലോയി അല്ലെങ്കിൽ നോട്ട് എംപ്ലോയിഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത് വായിക്കാൻ കഴിയില്ലെങ്കിൽ ഈ റീഫ്രഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വേറെ സെക്യൂരിറ്റി പിൻ വരുന്നതായിരിക്കും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അത് യെസ് കൊടുക്കുക. അപ്ലൈയിങ് ഫോർ ഏതിനാണോ അപ്ലൈ ചെയ്യുന്നത്, 2 പേപ്പറിന് അപ്ലൈ ആണെങ്കിൽ ബോത്ത് പേപ്പർ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് കൊടുത്തു, സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി കൊടുത്തു. ഇവിടെ മിനിമം ക്വാളിഫിക്കേഷൻ അത് ഏതാണ് ഇതിൽ നോക്കുക. 1 2 3 4 5 ഇങ്ങനെ കാണും. ഇതിൽ ഏതിലാണോ നമ്മൾ വരുന്നത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക. സെക്കൻഡിൽ ഏതാണോ വരുന്നതെന്ന് നോക്കുക. അത് 7 ഇവിടെ വരുന്നത്, അപ്പോൾ അത് 7 കൊടുത്തു. അതിനുശേഷം മാത്തമാറ്റിക്സ് സയൻസ് ആണ്, അത് സോഷ്യൽ സയൻസ് ആണ്, അത് ഇതിൽ ഏതാണോ വരുന്നത് അത് സെലക്ട് ചെയ്തെടുക്കുക. ഈ 2 ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. കാണുന്ന ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇത് യെസ് എന്ന് കൊടുക്കുക. പാസ് ഏതാണോ പാസ്സാണെങ്കിൽ പാസ് എന്ന് കൊടുക്കുക. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഇതിന് അപ്ലൈ ആവുന്നതാണ്. പാസ്സായ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഴ്സ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സിറ്റി ഏതാണോ അത് ഇവിടെ നിന്നും സെലക്ട് ചെയ്ത് കൊടുക്കുക. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണ്, റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് എന്ന് കൊടുത്തു. ടോട്ടൽ മാർക്ക് എത്രയാണോ അത് കൊടുക്കുക. കിട്ടിയ മാർക്ക് എത്രയാണോ അത് കൊടുക്കുക. പിൻകോഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്സാണെങ്കിൽ പാസ്വേഡ് എന്ന് കൊടുക്കുക. ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ എന്താണ് അതിവിടെ കൊടുക്കുക. പാസ്സാണെങ്കിൽ പാസ്വേഡ് എന്ന് കൊടുക്കുക. ഏത് വർഷമാണോ പാസ്സായി അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഴ്സ് ഓഫ് സ്ട്രീം കോഴ്സ് നെയിം ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. എവിടെയാണോ പഠിച്ചത് അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പെർസെൻറ്റേജ് എത്രയാണോ അതിവിടെ. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജ് കൊടുക്കുക. ടോട്ടൽ മാർക്ക് എത്രയാണോ അത് കൊടുക്കുക. കിട്ടിയ മാർക്ക് കൊടുക്കുക. പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ഇനി ഡിഗ്രിയിൽ പാസ്സാണെങ്കിൽ പാസ്, അപ്പിയറിംഗ് ആണെങ്കിൽ അപ്പിയർ. ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപ്ലൈ ആവുന്നതാണ്. പാസ്സായ വർഷം എൻ്റർ ചെയ്ത് കൊടുക്കുക. കോഴ്സ് ഏതാണ് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ പഠിച്ചത് ബോർഡ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പെർസെൻറ്റേജ് ആണ്, പെർസെൻറ്റേജ് കൊടുക്കുക. എത്ര മാർക്കാണോ ആ മാർക്ക് ടോട്ടൽ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷൻ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഒറിജിനൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റഡ് അപ്ലോഡ് അത് കൊടുക്കുക. അടുത്ത് സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് ഒറിജിനൽ അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് ചെയ്ത് കാണണമെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻ്റ് അത് ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത് കാണാവുന്നതാണ്. കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. എക്സാം സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ എക്സാം എഴുതാൻ ഉദ്ദേശിക്കുന്ന സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. കേരള സെലക്ട് ചെയ്ത് കേരളയിൽ എവിടെയാണോ സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ട്രിവാൻഡ്രത്ത് 1140 സീറ്റിംഗ് കപ്പാസിറ്റിയേ ഉള്ളൂ. ഓൾറെഡി 19 പേരായിട്ടുണ്ട്. ഇനി 1121 പേർക്ക് കൊടുക്കാവുന്നതാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യും, ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുമ്പോൾ അവിടെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി കാണിക്കുന്നതായിരിക്കും. കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക.
സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ആർ യു ഷുവർ വാണ്ടഡ് ടു സബ്മിറ്റ്, അത് ഓക്കെ കൊടുക്കുക. ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവ ഒന്നും കൂടെ നോക്കേണ്ടതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞാൽ പിന്നീട് തിരുത്താൻ കഴിയില്ല. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഓരോന്നും തിരുത്താവുന്നതാണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിൽ പോവുക, എന്തുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അവയെല്ലാം നമുക്ക് തിരുത്താവുന്നതാണ്. ഇനി എക്സാം ഫോട്ടോഗ്രാഫിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം. എക്സാം സിറ്റി ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിനായി എക്സാം സിറ്റി ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്യുക. സ്റ്റേറ്റ് കേരള, സിറ്റി തിരുവനന്തപുരം അത് മാറ്റി തൃശ്ശൂരാക്കി. അവിടെ 570 കപ്പാസിറ്റിയാണുള്ളത്. അതിനുശേഷം ഈ കാണുന്ന ക്യാപ്ചയോടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. അത് ഓക്കെ എടുക്കുക. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതെല്ലാം തിരുത്താവുന്നതാണ്. തെറ്റൊന്നും ഇല്ല എങ്കിൽ മൈ നെയിം കറക്റ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാണുന്ന എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഐ എഗ്രി അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ അത് ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. ഇനി ലാസ്റ്റ് പേയ്മെൻ്റാണ്. അതിന് മുന്നോടിയായി ഇമെയിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനായി യുവർ ഇമെയിൽ ഐ ഡി ഇറ്റ് ടു ബി വെരിഫൈഡ് അത് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഇവിടെ വരുന്നതായിരിക്കും. അതിനുശേഷം കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ക്ലിക്ക് ടു ഗോ ഹോം അത് ക്ലിക്ക് ചെയ്യുക. ഇനി പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. പേ എക്സാമിനേഷൻ ഫീ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക. അത് ഓക്കെ കൊടുക്കുക. ഏത് വഴിയാണ് പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അതിവിടെ സെലക്ട് ചെയ്താവുന്നതാണ്. സെലക്ട് പേയ്മെൻറ്റ് പ്രൊവൈഡർ അത് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നതാണ്. ഏത് രീതിയിൽ വേണമെങ്കിൽ പേയ്മെൻറ്റ് അടയ്ക്കാം. ക്രെഡിറ്റ്, ഡെബിറ്റ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, QR കോഡ്, UPI ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് അടയ്ക്കണമെങ്കിൽ QR കോഡ് സെലക്ട് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. ഇവിടെ QR കോഡ് സ്കാൻ ചെയ്യുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഡെമോ വീഡിയോ ആയതുകൊണ്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത്. പേയ്മെൻറ്റ് അടച്ചതിന് ശേഷം അതിൻ്റെ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. ആ കൺഫർമേഷൻ പേജ് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതാണ്. ഫർദർ ആവശ്യങ്ങൾക്ക് അത് അത്യാവശ്യമാണ്. കൺഫർമേഷൻ പേജ് വന്നാൽ മാത്രമേ ആപ്ലിക്കേഷൻ സക്സസ് ആയി എന്ന് കരുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.